ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഏകദേശം കഴിഞ്ഞ ബിഗ് ബോസിന് മുമ്പത്തെ സീസൺ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നത്. ഞാനിപ്പോൾ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കണ്ടുവരാത്ത ഒരാളാണ്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ആദ്യത്തെ 2 ദിവസം കണ്ടു. നമുക്കറിയാവുന്ന ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ലാസ്റ്റ് വീക്ക് വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് നമ്മുടെ സായ് സീക്രട്ട് ഏജന്റ് ഇതിലോട്ട് വന്നതായിട്ട് കണ്ടു. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആദ്യ സബ്സ്ക്രിപ്ഷൻ എടുത്തു. പിന്നെയുള്ള വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പഴയ റിവ്യൂസും പഴയ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പലതും കാണാൻ ഇടയായി. സീക്രട്ട് ഏജന്റ് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഏത് കാര്യത്തിനോടും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സീക്രട്ട് ഏജന്റിനെ നമ്മൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ളത്. എല്ലാവരും പറയുന്നുണ്ട് ഒരു കാറിനകത്ത് ഐഫോൺ വെച്ച് വെറുതെ ഇരുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. സീക്രട്ട് ഏജന്റിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് പുള്ളി ബിഗ് ബോസിന്റെ റൂൾസ് വയലേറ്റ് ചെയ്തു. അതായത് പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു റൂളാണ്. സോ അത് തന്നെ ആദ്യമേ വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ബിഗ് ബോസ് 1ഉം 2ഉം തവണ വാർണിംഗ് കൊടുക്കുകയുണ്ടായി. ഞാൻ ചിന്തിക്കുന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ റിവ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സായി എന്ന് പറയുന്നത്. സോ സായിക്ക് 100% അറിയാം പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ളത് 100% സായിയുടെ മൈൻഡിലുണ്ട്. എന്നിട്ടും എന്തിനാണ് സായി ജാസ്മിന്റെ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് ജാസ്മിനെ അറിയിച്ചത്? സോ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും ഇതൊരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. സോ നല്ലപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നെഗറ്റീവ് അടിച്ച് മൈൻഡ് ഡൗൺ ആക്കി ബാക്കിലോട്ട് ആക്കുക എന്നുള്ള ഒരു ട്രിക്കായിരിക്കും സായി അവിടെ പ്രയോഗിച്ചത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. സായി ആക്ച്വലി ജാസ്മിൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നത് പോലെ കാണിക്കുകയാണ്. ഓരോ ആംഗ്യ ഭാഷയിലൂടെയൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് പുറത്തുള്ള അഫ്സലിന്റെയൊക്കെ അവസ്ഥ. സോ ഇത് തന്നെയാണ് സായിയും ഉദ്ദേശിക്കുന്നത്, ജാസ്മിനെ ഇമോഷണലി തകർക്കുക. ജാസ്മിനെ ഇമോഷണലി തകർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജാസ്മിന്റെ നിഴലായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഗബ്രി അങ്ങ് തകരും. പിന്നെ ഇവരുടെ കാര്യം ഒന്നും നോക്കണ്ട. സോ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നായിരിക്കും സായി ചിന്തിച്ചത്. പക്ഷേ ജാസ്മിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ ഇത് പുതിയൊരു കാര്യമല്ല. നമ്മുടെ ധന്യയുടെ വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. അതായത് ജാസ്മിന് നേരത്തെ ഭർത്താവ് ഉണ്ടായിരിക്കെ അഫ്സലുമായിട്ട് റിലേഷൻ ആവുന്നു, അതിനു മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കെ പഴയ ഹസ്ബൻഡുമായിട്ട് റിലേഷൻ ആവുന്നു, ഇപ്പോൾ അഫ്സലുമായിട്ട് കല്യാണ നിശ്ചയം ചെയ്യുന്ന സമയത്ത് ഗബ്രിയായിട്ട് റിലേഷൻ ആവുന്നു. പുതിയ കാര്യമല്ല. ജാസ്മിൻ ഇത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ പൂർണ്ണമായിട്ട് അറിയാവുന്ന വ്യക്തിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ജാസ്മിനെ തകർക്കാൻ ഇച്ചിരി പാടായിരിക്കും ഈ ഒരു കാര്യത്തിൽ. പിന്നെ ഗബ്രി എന്ത് കണ്ടിട്ടാണാവോ ഇവൻ കയറി തുള്ളുന്നതെന്നുള്ള സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അവരൊരു പ്രത്യേകമായ ഒന്നും പറയാനുമില്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ ആ കാര്യം വിടും. പിന്നെ സീക്രട്ട് ഏജന്റ് പോയ ഉടനെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ സീക്രട്ട് ലേഡി എന്ന് വരുമെന്നാണ് പല യൂട്യൂബേഴ്സും അവരുടെ വീഡിയോസിനകത്ത് പറയുന്നത്. സീക്രട്ട് ഏജന്റിന്റെ വൈഫ് വീഡിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ഈ റിവ്യൂയിലൂടെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ വൈഫിനും നല്ല രീതിയിൽ ട്രോള് കിട്ടുന്നുണ്ട്. അതായത് സ്വന്തം ഭാര്യ തന്നെ സായിയെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും എയർ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു തമ്പനയിൽ ഞാൻ കാണാനുണ്ടായത് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പറ്റി തന്നെയാണ്. അതായത് ഒരു മൊബൈലും ഐഫോണും കാറും ഇല്ലാതെ സീക്രട്ട് ഏജന്റ് അതിനകത്ത് എന്ത് ചെയ്യാനാണ് എന്നുള്ള തരത്തിൽ. സോ അതും ഒരു തരത്തിൽ ശരിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു സ്റ്റോറിയാണ് ഉണ്ടായി. അതായത് അവരെ വെച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കി സീക്രട്ട് ഏജന്റ് അരി വാങ്ങി. സോ അരിയണ്ണൻ എന്നുള്ള പേര് അങ്ങനെയാണ് വന്നത്. ഇനി സീക്രട്ട് ഏജന്റിനെ വെച്ച് നമ്മളും കുറച്ച് അരി വാങ്ങിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു തമാശയായിട്ടാണ് ഡോക്ടർ റോബിൻ അത് ഇട്ടിരുന്നത്. സോ എന്തായാലും ഈ ഒരു കാര്യം സീക്രട്ട് ഏജന്റിനെ വെച്ച് അരിയെ എന്താക്കാൻ എന്തായാലും ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്ന അരി നമുക്കും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതല്ലേ. സോ എന്തായാലും സീക്രട്ട് ഏജന്റ് തന്നെയാണ്. കാരണം വെളിയിലെ സീക്രട്സ് എല്ലാം അകത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏജന്റ് ആയിട്ട് മാറി. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആ ഒരു യൂട്യൂബിലെ ആ ഒരു നെയിം കറക്റ്റ് അർത്ഥവത്താകുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് സീക്രട്ട് ഏജന്റിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സീക്രട്ട് ഏജന്റ്. സിബിനെ പറ്റി നല്ല അഭിപ്രായങ്ങളുണ്ട്. കാരണം സിബിൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്ത് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. സോ സീക്രട്ട് ഏജന്റ് അതിന്റെ മുകളിൽ പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിയോണ്ട് യുവർ റൈസിൽ നിന്ന് രാഹുൽ സൈനിങ് ഓഫ്.